When 8 Bells Toll by Alistair MacLean. എല്ലാവർക്കും നമസ്കാരം. Chapter 8, Thursday 2 AM to 4:30 AM. ഏലിയൻ ഒറാൻ ഐലൻഡിൽ നിന്ന് തിരിച്ച് ഫാർക്കസ് ട്രിപ്പിലേക്ക് പോകാൻ വന്നതിനേക്കാൾ കൂടുതൽ പ്രയാസപ്പെടേണ്ടി വന്നു ഫിലിപ്പ് കാൽവർത്തിന്. കാരണം മറ്റൊന്നുമല്ല, ചീഫും ഷാലറ്റും കൂടി കപ്പൽ അദ്ദേഹം നിർത്തിയിരുന്ന സ്ഥലത്ത് നിന്ന് ഒരുപാട് ദൂരത്തേക്ക് മാറ്റിയിരുന്നു. അവിടെ നിന്ന് സ്ഥാനം മാറാതെ നിർത്താനാണ് അവരെ ഏൽപ്പിച്ചത്. പക്ഷേ കുറേ അധികം ദൂരം നീന്തിയാണ് തിരിച്ച് അദ്ദേഹം ചെന്ന് കപ്പലിൽ കയറുന്നത്. അല്പ നേരം വിശ്രമിച്ചതിന് ശേഷം അദ്ദേഹം അവിടെ നിന്ന് കപ്പലെടുത്തു. ക്രൈഗ്മോർ ഐലൻഡിലേക്ക് അദ്ദേഹം കപ്പൽ ഓടിക്കാൻ തുടങ്ങി. ഐലൻഡിനോട് പറ്റാവുന്നത്ര അടുപ്പിച്ച് അദ്ദേഹം കപ്പൽ നിർത്തി. വീണ്ടും പഴയതുപോലെ ചീഫിനെയും ഷാലറ്റിനെയും കപ്പൽ അവിടെ തന്നെ സ്ഥിരമായിട്ട് നിർത്താനുള്ള ജോലി ഏൽപ്പിച്ചു. അദ്ദേഹത്തിന് അറിയാം തിരിച്ചു വരുമ്പോഴേക്കും അതൊക്കെ മാറിപ്പോകുമെന്നറിയാം. എന്നാലും കാരണം അങ്ങനെ അല്ലാതെ ചുമ്മാ ആങ്കർ ഇട്ട് നിർത്തിയാൽ പോലും ആ ശക്തമായ കാറ്റത്തും തിരകളിലും കപ്പലിൻ്റെ സ്ഥാനം മാറിപ്പോകും. ക്രൈഗ്മോർ ഐലൻഡിനെ നേരെ നീന്തി കരയെടുത്ത അദ്ദേഹം ആ ഐലൻഡിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന 2 ഫിഷിംഗ് ബോട്ടുകൾ കണ്ടു. ഈ ക്രൈഗ്മോർ ഐലൻഡ് എന്ന് പറഞ്ഞാൽ പൈലറ്റ് തലേ ദിവസം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തിരുന്ന സ്ഥലമാണ്. ടിം ഹച്ചിൻസൺ എന്ന ഓസ്ട്രേലിയൻ താമസിക്കുന്ന ഐലൻഡ്. ഫിഷിംഗ് ബോട്ടുകളുടെ അകത്ത് കയറി പരിശോധിച്ചു. അവ രണ്ടും ശരിയായ ഫിഷിംഗ് ബോട്ടുകളാണ്, അതിൻ്റെ അകത്ത് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അദ്ദേഹം കരയിലേക്ക് കയറി. അതിശക്തമായ ഒരു ദുർഗന്ധമാണ് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത്. അത് മത്സ്യത്തിൻ്റെ അവശിഷ്ടങ്ങളുടെയാണ്, മറ്റൊന്നുമല്ല. ബോട്ട് ഹൗസിനടുത്തേക്ക് അദ്ദേഹത്തിന് പോകാനേ കഴിഞ്ഞില്ല. ബോട്ട് ഹൗസിൽ ബോട്ടില്ല, രണ്ടും കടലിൽ കിടക്കുകയാണ്. അല്പം മുന്നോട്ട് നീങ്ങി അദ്ദേഹത്തിന് ഒരു ചെറിയ കോട്ടേജ് കാണാൻ കഴിഞ്ഞു. അവിടെ ആരെയും കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ 2 കോട്ടേജുകൾ ആളൊഴിഞ്ഞ രീതിയിൽ കണ്ടെത്തി. 3-ാമത്തെ കോട്ടേജിൽ ആൾതാമസം ഉണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം ആ സമയത്ത് ചിന്തിച്ചതാണ്, ആ ബോട്ട് ഷെഡിൽ നിന്ന് എത്ര ദൂരത്തോട്ട് താമസിക്കുന്നോ അത്രയും സ്മെല്ല് കുറഞ്ഞു കിട്ടും. പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ ചിന്താഗതിയാണ്. കാരണം അദ്ദേഹം ഫ്രഷായിട്ട് അവിടെ വന്ന് കയറുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു സ്മെല്ല് അനുഭവപ്പെടുന്നത്. അവിടെ തന്നെ സ്ഥിരം താമസിക്കുന്നവർക്ക് അതൊന്നും ഒരു സ്മെല്ലേ ആയിരിക്കില്ല. ആ കോട്ടേജിൻ്റെ അകത്തേക്ക് കയറാൻ ശ്രമിച്ച അദ്ദേഹത്തിനെ അമ്പരിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഡോറ് ലോക്ക് ചെയ്തിരുന്നില്ല. അകത്ത് കയറിയ അദ്ദേഹം പക്ഷേ മെയിൻ ഹാളിൽ തന്നെ രസകരമായ ചില സംഭവങ്ങൾ കണ്ടു. കേസ് കണക്കിന് ബിയർ, അതുകൂടാതെ ഡസൻ കണക്കിന് സ്കോച്ച് വിസ്കിയുടെ കുപ്പികൾ എല്ലാം ഫുള്ളായിട്ട് തന്നെ. അതിനടുത്തുള്ള 2 റൂമുകൾ അകത്തുനിന്ന് അടച്ചിട്ടുണ്ട്. പക്ഷേ 3-ാമത്തെ ബെഡ്റൂം അകത്തുനിന്ന് അടച്ചിട്ടില്ല. അദ്ദേഹം അതിൻ്റെ അകത്തേക്ക് കയറി. ആ കട്ടിലിൽ കിടക്കുന്ന വ്യക്തിയെ കണ്ട അദ്ദേഹത്തിനോട് തലേ ദിവസം തന്നെ പൈലറ്റ് പറഞ്ഞിരുന്നു, അസാമാന്യ ശരീര വലിപ്പവും ഉയരവുമുള്ള ഒരു മനുഷ്യനാണ് ടിം ഹച്ചിൻസൺ എന്ന്. പക്ഷേ അദ്ദേഹം ഭാവനയിൽ കണ്ടതിനെല്ലാം അപ്പുറത്തായിരുന്നു ആ മനുഷ്യൻ്റെ ഒരു രൂപം. ഒരു കട്ടിൽ നിറഞ്ഞങ്ങനെ കിടക്കുകയാണ്. അതും 6 അടി 4 ഇഞ്ച് പൊക്കമുള്ള ആ മനുഷ്യൻ അല്പം ഞെരുങ്ങിയാണ് ആ കട്ടിലിൽ കിടക്കുന്നത്. കാൽവർട്ട് കയ്യിലിരുന്ന പിസ്റ്റൾ കൊണ്ട് മെല്ലെ അദ്ദേഹത്തിൻ്റെ ദേഹത്തൊന്ന് തട്ടി. അദ്ദേഹം മെല്ലെ എഴുന്നേറ്റ് കാൽവർട്ടിനെ ഒന്ന് നോക്കിയ അദ്ദേഹത്തിൻ്റെ ഭാവം പെട്ടെന്നൊന്ന് മാറി. അത് കണ്ട കാൽവർട്ടിന് മനസ്സിലായി, പിസ്റ്റൾ കണ്ട് ആ പിസ്റ്റൾ എങ്ങനെ അടിച്ചു തെറിപ്പിക്കാം എന്നാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത. കാൽവർട്ട് പറഞ്ഞു, വേണ്ട, ഞാൻ പിസ്റ്റളൊക്കെ മാറ്റി പിടിക്കാം. ഞാൻ താങ്കളെ ഉപദ്രവിക്കാൻ വന്നതല്ല. പക്ഷേ എനിക്ക് താങ്കളുടെ ചില സഹായങ്ങൾ അത്യാവശ്യമായിട്ട് വേണം. ആ മനുഷ്യൻ ഒന്ന് കാൽവർട്ടിനെ സൂക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞു, എനിക്കെന്താ വട്ടാണ്? പാതിരാത്രിക്ക് വന്ന് മനുഷ്യനെ വിളിച്ചുണർത്തി ഉപദ്രവിക്കുകയല്ല, എന്നാ സഹായം വേണമെന്ന് പറയാൻ ആരാതാൻ? ഞാനൊരു ബ്രിട്ടീഷ് സീക്രട്ട് സർവീസ് ഏജൻ്റാണ്. ഉടനെ മറ്റേ ആൾ പറഞ്ഞു, ഇപ്പം എനിക്ക് മനസ്സിലായി, വട്ട് തന്നെ. ഒരു സീക്രട്ട് സർവീസ് ഏജൻറ്റും അവരുടെ ഐഡൻറ്റിറ്റി ഇങ്ങനെ വെളിപ്പെടുത്താറില്ല. ഞാനും സാധാരണ അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ ഇന്ന് എനിക്കത് ചെയ്തേ പറ്റൂ. കാരണം എനിക്ക് പലരുടെയും സഹായം ആവശ്യമുണ്ട്. വീണ്ടും ഒന്ന് കാൽവർട്ടിനെ സൂക്ഷിച്ചു നോക്കിയതിന് ശേഷം അദ്ദേഹം പറഞ്ഞു,
ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വരാം, നിങ്ങൾ ആ ഹാളിൽ പോയി ഒരു സ്കോച്ചും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കും. തിരിച്ച് കാൽവർട്ട് ഹാളിലെത്തി. അല്പം കഴിഞ്ഞ് ടിം ഹച്ചിൻസൺ അവിടത്തേക്ക് വന്നു. ആ സമയത്ത് അദ്ദേഹം ഡ്രസ്സൊക്കെ മാറിയിരുന്നു. ബെഡിൽ കിടക്കുമ്പോൾ ഒരു പൈജാമയാണ് ധരിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ജീൻസും ടോപ്പും എല്ലാം ധരിച്ച് അദ്ദേഹത്തോട് കാൽവർട്ട് അതുവരെ നടന്ന സംഭവങ്ങളെല്ലാം ഒന്ന് ചുരുക്കി പറഞ്ഞു. നാൻഡസ്വിൽ കപ്പൽ കണ്ടെത്തിയത് മുതൽ നടന്ന സംഭവങ്ങളെല്ലാം ഒന്ന് ചുരുക്കി പറഞ്ഞു. എല്ലാം കേട്ട് ഹച്ചിൻസൺ ഒന്നിങ്ങനെ അമ്പരന്ന് നിന്നു. അത് കഴിഞ്ഞ് ചോദിച്ചു, ഞാൻ എന്ത് സഹായമാണ് താങ്കൾക്ക് ചെയ്യേണ്ടത്? എനിക്ക് താങ്കളുടെ റേഡിയോ ഒന്ന് ഉപയോഗിക്കാനുള്ള അനുവാദം വേണം. ലണ്ടനിലേക്ക് ഒരു അർജന്റ് മെസ്സേജ് കൊടുക്കാനുണ്ട്. 2, താങ്കളുടെ ബോട്ടിൽ എൻ്റെ കപ്പല് കടലിൽ കിടപ്പുണ്ട്. എന്നെ ഒന്ന് കൊണ്ടുവിടാൻ താങ്കളുടെ അസിസ്റ്റൻസിനോട് പറയണം. താങ്കളും കൂടെ വരണം. 3, പിന്നീട് അങ്ങോട്ട് എൻ്റെ കപ്പൽ താങ്കൾ നയിക്കണം. ഹച്ചിൻസൺ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുകയാണ്. അല്ല, ഞാൻ കപ്പൽ നയിക്കേണ്ട ആവശ്യം? താങ്കൾക്കാകുമ്പോൾ ഇവിടെയുള്ള വഴികളും ഇവിടെയുള്ള പാറക്കെട്ടുകളും കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാം. ഈ ഇരുട്ടത്ത് എനിക്കത് ഓടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എൻ്റെ കൂടെയുള്ളവർക്കാണെങ്കിൽ ഒന്നും അറിയില്ല. ഓക്കെ, താങ്കൾക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കില്ല എന്ന് വിചാരിക്കുന്നു. അദ്ദേഹം അല്പം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതിനേക്കാൾ കഠിനമായ കാലാവസ്ഥയിൽ എൻ്റെ കുട്ടികൾ ഇവിടുന്ന് ബോട്ടും കൊണ്ട് ടോർബെ ഹാർബർ വരെ പോയിട്ടുണ്ട്. എന്തെങ്കിലും അത്യാവശ്യമായിരിക്കും. അതെ, വളരെ അത്യാവശ്യമായിരുന്നു. വൈകുന്നേരമാണ് അവർ ശ്രദ്ധിച്ചത്, ബിയറും സ്കോച്ചും എല്ലാം തീർന്നിരിക്കുന്നു. അവിടെ ഷോപ്പ് അടയ്ക്കുമ്പോഴേക്കും വാങ്ങിക്കണം. പിന്നെ അതിനുള്ള ഒരു മരണപ്പാച്ചിലായിരുന്നു. ഹച്ചിൻസൺ അകത്തുനിന്ന് ലോക്ക് ചെയ്തിരുന്ന ഒരു റൂമിൽ തട്ടി. അതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു അസിസ്റ്റന്റ് ഇറങ്ങി വന്നു. അസിസ്റ്റന്റിനോട് ഹച്ചിൻസൺ നിർദ്ദേശിച്ച പ്രകാരം ആ തീരത്തുള്ള ഫിഷിംഗ് ബോട്ടിൽ അവരെല്ലാം ഫയർ ക്രസ്റ്റ് എന്ന കപ്പലിലേക്ക് ചെന്ന് കയറി. ചീഫിനെ ഹച്ചിൻസണായിട്ട് പരിചയപ്പെടുത്തി. ആ സമയത്ത് ഷാലറ്റോട് ഇരിപ്പുണ്ട്. അതുകൊണ്ട് പറഞ്ഞു, ഞാനെന്തായാലും ഒരു കാപ്പി വയ്ക്കാൻ പോകണം. പെട്ടെന്ന് ഷാലറ്റ് പറഞ്ഞു, ഞാനിനി ഉറങ്ങാൻ പോട്ടെ. അത് പറ്റില്ല, നീ നേരത്തെ എനിക്ക് കാപ്പി വെച്ച് തന്ന ആളാണല്ലോ, അതുകൊണ്ട് തിരിച്ചൊരു കാപ്പി അങ്ങോട്ട് വെച്ച് തരാനുള്ള ബാധ്യത എനിക്കുമുണ്ട്. അങ്ങനെ കാൽവർട്ട് പോയി. പക്ഷേ ഷാലറ്റിനെ പോലെ 25 മിനിറ്റ് എടുത്തല്ല, വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം കാപ്പിയൊക്കെ ഉണ്ടാക്കി. ഒപ്പം അദ്ദേഹം പോക്കറ്റിൽ നിന്ന് ഒരു ടാബ്ലറ്റിൻ്റെ ബോട്ടിലെടുത്തു. ഹൺസ്ലെറ്റിൻ്റെ ബോഡിയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയ സമയത്ത് സർജൻറ്റിൻ്റെ സഹായത്തോടെ അവിടെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതിൽ നിന്ന് ഏതാനും ടാബ്ലറ്റ് എടുത്ത് ഒരു കാപ്പിയിലിട്ടു. ആ കാപ്പികളെല്ലാം ഒരു ട്രെയിലാക്കി അദ്ദേഹം ഡെക്കിലേക്ക് നടന്നു. അവിടെ ചെന്ന് പ്രത്യേകം ആ കാപ്പി എടുത്ത് ഷാലറ്റിന് കൊടുത്തു. ബാക്കി എല്ലാവരും കാപ്പി കുടിച്ചു. കാപ്പി കുടിക്കുന്നതിനിടയിൽ ഷാലറ്റ് ചോദിച്ചു, ഇനി അങ്ങോട്ടെങ്കിലും പോകാനുണ്ടോ? അതുവരെ അവരെങ്ങോട്ട് പോകുന്നു എന്നൊന്നും ഷാലറ്റിനോട് കാൽവർട്ട് പറഞ്ഞിരുന്നില്ല. ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ അവർ മനസ്സിലാക്കുകയാണ്. പക്ഷേ ഇത്തവണ കാൽവർട്ട് പറഞ്ഞു, ഡസ്കെയറിലേക്കാണ് പോകുന്നത്. പെട്ടെന്ന് ഷാലറ്റിൻ്റെ മുഖഭാവം മാറുന്നത് കാൽവർട്ട് മനസ്സിലാക്കി. പക്ഷേ അദ്ദേഹം അത് കണ്ടഭാവം നടിച്ചില്ല. കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ ഷാലറ്റ് പറഞ്ഞു, എനിക്ക് നല്ലപോലെ ഉറക്കം വരുന്നു, ഇനി ഞാൻ ഉറങ്ങാൻ പോട്ടെ. കാൽവർട്ട് പറഞ്ഞു, ഞാനും കുറച്ചു നേരം ഉറങ്ങുകയാണ്. ഹച്ചിൻസൺ അവിടെ എത്തുമ്പോൾ എന്നെ വിളിക്കും. എല്ലാവരും അവരവരുടെ റൂമിലേക്ക് പോയി. ചീഫും ഉറങ്ങാൻ പോയി. പക്ഷേ കാൽവർട്ട് ഉറങ്ങിയില്ല. 3 മിനിറ്റിനകം അദ്ദേഹം അവിടെ നിന്ന് എണീറ്റു. നേരെ ഷാലറ്റിൻ്റെ റൂമിലേക്ക് ചെന്നു. അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് ഷാലറ്റ് കട്ടിൽ വരെ എത്തിയിട്ടില്ല. റൂമിൻ്റെ ഡോർ തുറന്ന് അവിടെ നിലത്ത് വീണ് കിടക്കുകയാണ്. അദ്ദേഹം അവളെ തൂക്കിയെടുത്ത് ആ കട്ടിലേക്ക് കിടത്തി. പിന്നീട് ആ റൂമിലും അവരുടെ ദേഹത്തിന് ചില പരിശോധനകളെല്ലാം നടത്തി. അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങി ഹച്ചിൻസൻ്റെ അടുത്ത് ചെന്നു. ഹച്ചിൻസൺ ആ കപ്പൽ ഓടിക്കുന്നുണ്ട്. അദ്ദേഹം അമ്പരന്ന് നിൽക്കുകയാണ്. കാരണം ആ ഇരുട്ടിലും എല്ലാം വ്യക്തമായിട്ട് കാണാവുന്ന രീതിയിലാണ് ഹച്ചിൻസൺ കപ്പൽ ഓടിക്കുന്നത്. എന്നാൽ ഒരു പാറക്കെട്ടിലോ എവിടെയും തട്ടാതെയാണ് പോകുന്നത്. കാൽവർട്ട് ചോദിച്ചു, താങ്കൾ ശരിക്ക് ഈ രാത്രിയിലേക്കുള്ള കാഴ്ചശക്തി ഉണ്ടോ, അതോ പാറയുടെ മണം പിടിക്കാനുള്ള കഴിവുണ്ടോ? ഹച്ചിൻസൺ പറഞ്ഞു, എക്സ്പീരിയൻസ്. 20 വർഷമായി ഞാൻ ഈ കടലിൽ പല ജലവാഹനങ്ങൾ ഓടിക്കുന്നു. കാൽവർട്ടും അദ്ദേഹവും കുറച്ചു നേരം അവിടെ സംസാരിച്ചിരുന്നു. ആ സമയത്ത് കാൽവർട്ട് പറഞ്ഞു, താങ്കളുടെ ഈ ജോലികൾക്ക് തക്കതായ പ്രതിഫലം കിട്ടും.
ഹച്ചിൻസൺ കാൽവർട്ടിനെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു, അത്തരം ഒരു പ്രതിഫലം മോഹിച്ചല്ല ഞാനിതിന് ഇറങ്ങിയത്. ഇതങ്ങനല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കപ്പലിലുള്ള പ്രോപ്പർട്ടീസ് എല്ലാം ഇൻഷുർഡ് ആണ്. ഈ പ്രോപ്പർട്ടീസ് നമ്മൾ റിക്കവർ ചെയ്യണമെങ്കിൽ ആ പ്രോപ്പർട്ടീസിൻ്റെ 10% ഇൻഷുറൻസ് കമ്പനി നമുക്ക് തരും. കാരണം അതല്ലെങ്കിൽ 100% അവർ ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടതാണ്. അത് താങ്കൾക്ക് എടുക്കാമല്ലോ, താങ്കളല്ലേ ഇതിൽ ഒരുപാട് കഷ്ടപ്പെട്ടത്. ഞാനൊരു ഗവൺമെൻറ് സർവൻ്റാണ്, എനിക്ക് അത്തരം റിവാർഡ്സ് ഒന്നും സ്വീകരിക്കാനുള്ള അനുവാദമില്ല, എൻ്റെ ശമ്പളം ഒഴികെ. ഹച്ചിൻസൺ ആശ്ചര്യത്തോടെ ചോദിച്ചു, അപ്പം ഈ കഷ്ടപ്പെടുന്നതും ഈ കടലിൽ കൂടെ നീന്തുന്നതും 4 തവണ മരണത്തെ മുഖാമുഖം കണ്ടതും എല്ലാം ശമ്പളത്തിന് മാത്രം? അതെപ്പോഴും അങ്ങനെയാണല്ലോ. ഗവൺമെൻറ് സർവീസിൻ്റെ ഒരു പ്രത്യേകതയാണ് ലോകം മുഴുവൻ. ജോലി എടുക്കുന്നവനും ജോലി എടുത്തു എന്ന് ഭാവിക്കുന്നവനും ജോലി എടുക്കാത്തവനും ഒരേ ശമ്പളം കിട്ടും. എടുത്തവനൊന്നും കൂടാനും പോകുന്നില്ല, ചുമ്മാ ഇരിക്കുന്നവനൊന്നും കുറയാനും പോകുന്നില്ല. കാൽവർട്ട് പറഞ്ഞു, അതാണ് ഗവൺമെൻറ് സിസ്റ്റം. പക്ഷേ ആർക്ക് കൊടുക്കണം എന്ന് എനിക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അത് ഞാൻ ചെയ്യും. പകുതി താങ്കൾക്കും പകുതി മെറ്റ് ഈച്ചേണിനും. ഏകദേശം 4.5 ലക്ഷം പൗണ്ട് വരും. അപ്പോൾ ഓരോരുത്തർക്കും അത് നാൻഡസ്വിൽ കപ്പൽ കണ്ടുപിടിക്കുന്ന സമയത്ത്. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയാൽ ഇതിൻ്റെയൊക്കെ വളരെ ഇരട്ടിയാണ് നിങ്ങൾക്ക് 2 പേർക്കും കിട്ടാൻ പോകുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് നാൻഡസ്വിൽ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ളൂ. ബാക്കിയുള്ളതിൻ്റെ ഒന്നും അവസ്ഥ എനിക്കറിയില്ല. അധികം വയ്യാതെ കാൽവർട്ടിനെ അമ്പരിപ്പിച്ചുകൊണ്ട് ഡക്ഡെയർ ഐലൻഡിൻ്റെ ഒരു പാറക്കെട്ടുകൾക്കിടയിലൂടെ വളരെ വിദഗ്ധമായി തീരത്തോടടുപ്പിച്ച് ഹച്ചിൻസൺ കപ്പൽ നിർത്തി. അതുകൊണ്ട് കാൽവർട്ടിന് നീന്താതെ കരയിലേക്ക് കയറാൻ കഴിഞ്ഞു. കാൽവർട്ട് കയറിയ ഉടനെ ഹച്ചിൻസൺ അവിടെ നിന്ന് അതിവേഗതയിൽ തന്നെ ആ കപ്പൽ പുറത്തേക്കെടുത്തു. പെട്ടെന്ന് ആർക്കും കാണാൻ കഴിയാത്ത ഒരു ഭാഗത്തേക്ക് മാറ്റിയിടുകയും ചെയ്തു. കാൽവർട്ട് കരയിലേക്ക് കയറി ആദ്യം പോയത് തലേ ദിവസം ആ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്ത ആ ക്ലിഫിൻ്റെ ഭാഗത്തേക്കാണ്. ടോർച്ച് തെളിയിക്കാൻ അദ്ദേഹം ശ്രമിച്ചില്ല. കാരണം പല സ്ഥലത്തുനിന്നും വാച്ചിങ് ഉണ്ടാകും എന്ന് അദ്ദേഹം ഊഹിച്ചിരുന്നു. നടക്കുന്നതിനിടയിൽ പെട്ടെന്ന് ആരുടെയോ ശരീരത്തിൽ തട്ടി കാൽവർട്ടൊന്ന് വീണു. ടോർച്ചും പിസ്റ്റളും കയ്യിൽ അദ്ദേഹം പെട്ടെന്ന് എടുത്തു. ടോർച്ച് കൈകൊണ്ടൊന്ന് മറച്ചു പിടിച്ച് ചെറുതായി പ്രകാശിച്ചു മനസ്സിലായി അത് ലോർഡ് കിക്സൈഡിൻ്റെ ഒരു ആടായിരുന്നു. ആട് അത്യാവശ്യം പ്രതിഷേധത്തോടെ തന്നെ എണീറ്റു. എൻ്റെ ഉറക്കം പോയിരിക്കുകയാണല്ലോ. പക്ഷേ കാൽവർട്ട് എൻ്റെ തലയിലൊക്കെ ഒന്ന് തടവി സമാധാനിപ്പിച്ച് അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. പിന്നീട് അതേ രീതിയിൽ ടോർച്ച് മറച്ച് പ്രകാശിപ്പിച്ചുകൊണ്ട് ആ ക്ലിഫിൻ്റെ ഉപരിതലം ഒന്ന് പരിശോധിച്ചു. അവിടെയുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം മനസ്സിലാക്കി. അതിനുശേഷം ലോർഡ് കിക്സൈഡിൻ്റെ കൊട്ടാരം പോലുള്ള വീടിന് നേർക്ക് അദ്ദേഹം നടന്നു. തലേ ദിവസം ആ ഹെലികോപ്റ്റർ യാത്രക്കിടയിൽ അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു ആ കാസിലിന് 2 ഗേറ്റുകളുണ്ട്. ക്ലിഫിൻ്റെ ഭാഗത്തുനിന്ന് ആ 2 ഗേറ്റിലേക്കും ഒരേ ദൂരം തന്നെയാണ്. ഏതായാലും നോർത്ത് സൈഡിലേക്കുള്ള ഗേറ്റിൻ്റെ നേരെ കാൽവർട്ട് നടന്നു. അവിടെ എത്തിയപ്പം ശക്തമായ സിഗരറ്റ് പുക അദ്ദേഹത്തിൻ്റെ മൂക്കിലേക്ക് അടിച്ചു. ശക്തമെന്ന് പറഞ്ഞാൽ അത്ര ശക്തമല്ല. കാരണം ഇതിനേക്കാൾ ശക്തമായ പല സംഭവങ്ങളും ഇതിനിടയിൽ അദ്ദേഹം കപ്പലിൽ വെച്ച് അനുഭവിച്ചുകൊണ്ടിരുന്നു. കപ്പലിലും അത് കഴിഞ്ഞ് ഹച്ചിൻസന്റെ വീട്ടിലും. കപ്പലിലെപ്പോഴും ചീഫ് ഒരു ചുരുട്ട് വലിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ പുക കാൽവർട്ടിന് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ചീഫിൻ്റെ ഒന്നും പറയാൻ പറ്റില്ല. ഹച്ചിൻസന്റെ വീട്ടിൽ അതിൻ്റെ അപ്പുറമായിരുന്നു. ചീഫ് ഉപയോഗിക്കുന്നതിനേക്കാൾ വളരെ ശക്തമായ ചുരുട്ടുകളാണ് ഹച്ചിൻസൺ വലിക്കുന്നത്. അത് വായെന്നൊഴിഞ്ഞ നേരമില്ല. അതുകൊണ്ട് എപ്പോഴും പുക ഇങ്ങനെ വമിച്ചുകൊണ്ടേയിരിക്കും. പോയിസണസ് ഗ്യാസ് ഫാക്ടറി എന്നാണ് കാൽവർട്ട് അദ്ദേഹത്തെക്കുറിച്ച് ആ ഒരു കാര്യത്തിൽ മനസ്സിൽ വിചാരിച്ചിരുന്നിരുന്നത്. ഏതായാലും സിഗരറ്റ് വലിച്ചുകൊണ്ടിരുന്ന ആ മനുഷ്യൻ്റെ തലയും മുഖമൊക്കെ ഏത് ഭാഗത്തായിരിക്കുമെന്ന് കാൽവർട്ടിന് ഇരുട്ടത്തും വ്യക്തമായിട്ട് മനസ്സിലായി. അദ്ദേഹം പിസ്റ്റൾ കയ്യിലെടുത്തു. അതിൻ്റെ പുറകുവശം കൊണ്ട് അയാളുടെ തലയ്ക്ക് പുറകിലേക്ക് ഒരടി കൊടുത്തു. വലിയ ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറയുന്നത് ഇങ്ങനെയാവാം. അയാൾ ബോധം കെട്ട് പുറകേക്ക് വീണു. കാൽവർട്ട് അയാളെ താങ്ങിപ്പിടിച്ചു. താങ്ങിപ്പിടിച്ചപ്പോൾ കാൽവർട്ടിൻ്റെ വാരിയലിൻ്റെ ഭാഗത്ത് എന്തോ ഷാർപ്പായിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് കുത്തി. അതോടെ കാൽവർട്ട് പിടിവിട്ട് പുറകേക്ക് മാറി. അയാളവിടെ മറിഞ്ഞു വീണു. ടോർച്ചെടുത്ത് പ്രകാശിപ്പിച്ച കാൽവർട്ടിന് മനസ്സിലായി
അതൊരു ബയനറ്റ് പിടിപ്പിച്ച റൈഫിളായിരുന്നു. ആ ബയനറ്റായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കുത്തിയത്. ആ റൈഫിൾ അയാളുടെ ശരീരത്തിൽ നിന്ന് ഊരിയെടുത്തു. പിന്നീട് കാൽവർട്ട് ഷോൾഡർ ബാഗിൽ നിന്ന് ഒരു കയറെടുത്ത് അയാളുടെ കയ്യും കാലും കെട്ടി. അയാളുടെ ശരീരത്തിൽ നിന്ന് ആ റൈഫിൾ എടുത്ത് അദ്ദേഹം നേരെ ആ ക്ലിഫിലേക്ക് പോയി. ക്ലിഫിൽ 18 ഇഞ്ച് അകലത്തിൽ ആ റൈഫിൾ കൊണ്ട് അദ്ദേഹം ആ പാറപ്പുറത്ത് 2 വരകൾ വരച്ചു. ആ ഒരു മാർക്ക് അങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം ആ റൈഫിളോടെ കുറുകെ ഇട്ടു. ഉദ്ദേശമായിരുന്നു ഇനി അടുത്ത ഷിഫ്റ്റിൽ വരുന്നവൻ ഇയാളെ കാണാതാവുമ്പോൾ അന്വേഷിക്കുമ്പോൾ തോന്നണം അയാൾ എങ്ങനെയോ കാല് തെറ്റി ആ ക്ലിഫിലൂടെ കടലിലേക്ക് വീണു, റൈഫിള് പാറയിൽ വരഞ്ഞ് അവിടെ വീണു എന്ന് മനസ്സിലാക്കണം. തിരിച്ചെത്തിയ അദ്ദേഹം ആ ഗാർഡിനെ പിടിച്ചെണീപ്പിച്ചു. ആ കാസിൽ നിന്ന് കുറേ ദൂരെയുള്ള ഒരു പുൽമൈതാനത്ത് കൊണ്ടിട്ടു. കയ്യും കാലും കെട്ടിയിട്ടിരിക്കുന്നുണ്ട്, അവിടെ നിന്ന് എണീറ്റം കൊണ്ടൊന്നുമില്ല. ഒപ്പം ഒരു കർച്ചീഫ് എടുത്ത് അത് വായിലും തിരുകി. ഇനിയിപ്പോൾ ബോധം വന്നാൽ പോലും അവിടെ കിടന്ന് നിലവിളിക്കില്ല. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം കാൽവർട്ട് ആ കാസിലിനകത്തേക്ക് കയറി. ആകെ ഇരുട്ടായിരുന്നെങ്കിലും പല കാസലുകളിൽ മുമ്പ് സന്ദർശിച്ചിട്ടുള്ള ഒരു അനുഭവ സമ്പത്ത് വെച്ച് അദ്ദേഹം മനസ്സിലാക്കി അത്തരം കാസലുകളുടെയൊക്കെ ഒരു പ്രത്യേകതയാണ് വാതിലിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും സ്റ്റെയർ കേസ്. അതുകൊണ്ട് അദ്ദേഹം ആ സ്റ്റെയർ കേസ് ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ച ഭാഗത്തേക്ക് നടന്നു. ഊഹം തെറ്റിയില്ല, സ്റ്റെയർ കേസ് അവിടെ ഉണ്ട്. ടോർച്ച് പ്രകാശിപ്പിക്കാതെ തന്നെ അദ്ദേഹം മുകളിലേക്ക് കയറി. ഏകദേശം പകുതി എത്തിയപ്പോൾ ആ സ്റ്റെയർ കേസ് ഇടത്തേക്കും വലത്തേക്കും തിരിയുന്നതായിട്ട് അദ്ദേഹം കണ്ടു. അദ്ദേഹം വലതുഭാഗത്തെ സ്റ്റെയർ കേസിലൂടെ മുകളിലേക്ക് കയറി. അവിടെ എത്തിയ ആദ്യം കണ്ടത് ഒരു ബെഡ്റൂമായിരുന്നു. അതിനകത്ത് കയറി അദ്ദേഹത്തിന് വീണ്ടും അസഹനീയമായ ഒരു ദുർഗന്ധം അനുഭവപ്പെട്ടു. അത് വേറൊന്നുമല്ല, അതിൻ്റെ അകത്തൊരു മനുഷ്യൻ കിടപ്പുണ്ട്. നേരത്തെ കണ്ട ഗാർഡിൻ്റെ അതേ യൂണിഫോമൊക്കെ ധരിച്ചുകൊണ്ടൊരുത്തൻ. അവൻ്റെ റൈഫിൾ അവിടെ ചുമരിൽ ചാരി വെച്ചിട്ടുണ്ട്. ബൂട്ട് പോലും അഴിക്കാതെ ചെളിയും മണ്ണും ഒക്കെ ആയിട്ടാണ് കിടക്കുന്നത്. അവൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ദുർഗന്ധമാണത്. ആകെ വൃത്തികേടാക്കി അലങ്കോലമാക്കിയിട്ടിരിക്കുന്ന ഒരു റൂം. അതിൽ മേശപ്പുറത്ത് പകുതി ഒഴിഞ്ഞ നിലയിൽ ഒരു സ്കോച്ച് വിസ്കിയുടെ കുപ്പി ഇരിപ്പുണ്ട്. ഗ്ലാസ് പോലുമില്ല. കാൽവർട്ട് മനസ്സിലായപ്പോൾ വെള്ളം തൊടാതെ വിഴുങ്ങുന്നവനാണ്. കാൽവർട്ട് പോക്കറ്റിൽ നിന്ന് നേരത്തെ ഷാലറ്റിന് കൊടുത്ത ആ ടാബ്ലറ്റ് ഒരു 6 എണ്ണം എടുത്ത് ആ കുപ്പിക്കകത്തേക്ക് ഇട്ടു. അത് എപ്പോഴെങ്കിലും ഉണർന്നാൽ അവൻ സ്വാഭാവികമായിട്ടും കുടിക്കും. കുടിച്ചാൽ പിന്നെ കുറേ നേരത്തേക്ക് വീണ്ടും ഉറങ്ങിക്കോളും. തൊട്ടടുത്തൊരു ബാത്റൂമായിരുന്നു. അതും അവൻ്റെ ബെഡ്റൂമിനെ പോലെ തന്നെ ആകെ അലങ്കോലമായി കിടക്കുന്ന ഒരു ബാത്റൂം. അപ്പുറത്ത് വീണ്ടും വൃത്തികേടായി കിടക്കുന്ന ഒരു ബെഡ്റൂം. പക്ഷെ ആ ബെഡ്റൂമിൽ ആരും ഉണ്ടായിരുന്നില്ല. കാൽവർട്ട് ഊഹിച്ചു കാസലിൻ്റെ ഈ ഒരു ഭാഗം ഈ പുറമേ നിന്നുള്ള ഗാർഡുകൾ കൈയടക്കിയിരിക്കുകയാണ്. അവിടെ പിന്നെ വല്ലവൻ്റെയും ഒക്കെ സാധനങ്ങളാണല്ലോ, അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അവർ വൃത്തികേടാക്കുന്നുണ്ട്. അദ്ദേഹം പിന്നെ മറ്റേ ഭാഗത്തേക്ക് സഞ്ചരിച്ചു. ആദ്യം കണ്ട ബെഡ്റൂം ലോക്കഡായിരുന്നു. അത് ലോർഡ് കിക്സൈഡിൻ്റെ ആയിരിക്കും എന്ന് അദ്ദേഹം ഊഹിച്ചു. അടുത്ത ബെഡ്റൂം വാതിൽ ചാരിയിരുന്നേ ഉള്ളൂ. അദ്ദേഹം അകത്ത് കയറി. അവിടെ ശാന്തമായി കിടന്നുറങ്ങുന്നുണ്ട് കിക്സൈഡിൻ്റെ മകൾ സൂസൻ കിക്സൈഡ്. അദ്ദേഹം ലോർഡ് സ്നേഹപൂർവ്വം സ്യൂ എന്ന് വിളിക്കുന്ന സൂസൻ കിക്സൈഡ്. അവിടെ എല്ലാം ഒന്ന് പരിശോധിച്ച അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. അവളങ്ങനെ വെറുതെ ശാന്തമായിട്ട് ഉറങ്ങുകയല്ല. കാൽവർട്ടിൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന പോലെയുള്ള തരം സ്ലീപ്പിംഗ് പിൽസ് അവിടെയുണ്ട്. ആ സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചുകൊണ്ടാണ് അവൾ ഉറങ്ങിയിരിക്കുന്നത്. കാൽവർട്ടിനെല്ലാം ആ റൂമിന് ഏറ്റവും പുറകിലുള്ള വാഷ് ബേസിൻ്റെ അടുത്തെത്തി മുഖമൊക്കെ ഒന്ന് കഴുകി. കണ്ണാടിയിൽ സ്വന്തം രൂപം കണ്ട അദ്ദേഹം തന്നെ ഞെട്ടിപ്പോയി. കാരണം ഈ പല ദിവസങ്ങളിലായിട്ട് ഉറക്കമൊഴിച്ചുള്ള ഹാർഡ് വർക്കാണ്. അദ്ദേഹം തിരിച്ച് അവളുടെ അടുത്തെത്തി. അവളൊന്ന് മെല്ലെ കുലുക്കി വിളിച്ചു. അവൾ ഉണർന്നു വരാൻ കുറച്ച് സമയമെടുത്തു. അതുകൊണ്ട് തന്നെ ഒരു സഡൻ ഷൗട്ടിങ് അവളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ഉണ്ടായാലും പേടിക്കാനൊന്നുമില്ല. ഒരു ഗാർഡ് അടിച്ചു ബോധം കെട്ടിട്ടുണ്ട്. മറ്റേയാൾ അവിടെ കുടിച്ചു ബോധമില്ലാതെ കിടന്നുറങ്ങുകയാണ്. സൂസൻ വളരെ ആശ്ചര്യത്തോടെ കാൽവർട്ടിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു, നിങ്ങൾ ജോൺസൺ അല്ലേ? ഇന്നലെ ഇവിടെ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ ജോൺസൺ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? എൻ്റെ ശരീരത്തിൽ തുടരുത്. കാൽവർട്ട് ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നലെ ഞാൻ അങ്ങനെയാണ് പരിചയപ്പെടുത്തിയത്. പക്ഷേ എൻ്റെ ശരിയായ പേര് ജോൺസൺ എന്നല്ല, ഫിലിപ്പ് കാൽവർട്ട് എന്നാണ്. ഞാനൊരു ബ്രിട്ടീഷ് സീക്രട്ട് സർവീസ് ഏജൻ്റാണ്. ഒരിക്കലും ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താത്ത ഒരു സീക്രട്ട് സർവീസ് ഏജൻറ്റ്
അന്ന് പുലർച്ചെ ഇപ്പോൾ മൂന്നാമത്തെ ആളുടെ അടുത്താണ് ഇത് പറയുന്നത്. ഞാൻ വന്നിരിക്കുന്നത് നീ പറഞ്ഞ പോലുള്ള ഒരു ദുരുദ്ദേശത്തോടെ അല്ല, നിങ്ങളെയൊക്കെ സഹായിക്കാനാണ്. നിന്റെ വിവാഹം നടത്തണ്ടേ? ആ കുട്ടി ഇങ്ങനെ ഒരു വല്ലാത്ത ഭാവത്തോടെ കാൽവർട്ടണം നോക്കി. കാരണം തലേ ദിവസം ലോർഡ് ഗെക്സൈഡ് പറഞ്ഞാണ് അവളെ വിവാഹം കഴിക്കാനിരുന്ന മനുഷ്യൻ ഒരു വിമാനാപകടത്തിൽ അവളുടെ സഹോദരനോടൊപ്പം മരിച്ചുപോയി എന്നുള്ള കാര്യം. എനിക്കറിയാം ജോൺ റോളിൻസൺ മരിച്ചിട്ടില്ല. മരിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞു കിടക്കുകയാണ്. അയാളെയും അതുകൂടാതെ നിന്റെ സഹോദരനെയും കൂടെ പല ആൾക്കാരെയും ഈ കാസിലിൻ്റെ അകത്ത് എവിടെയോ തടവിലിട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. സൂസൻ എങ്ങനെ അമ്പരന്ന് നോക്കുകയാണ്. ഇതൊക്കെ താങ്കൾക്ക് എങ്ങനെ അറിയാം? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാനൊരു സീക്രട്ട് സർവീസ് ഏജൻ്റാണ്. ഇത്തരം അന്വേഷണങ്ങൾ നടത്തുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ജോലി. നീ ഇപ്പോൾ ഒരു കാര്യം ചെയ്യണം, അവരെ എവിടെയാണ് തടവിലിട്ടിരിക്കുന്നതെന്ന് എനിക്ക് കാണിച്ചു തരണം. സൂസൻ പറഞ്ഞു, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം. ഇവിടെ അങ്ങനെ ആരെയും തടവിലിട്ടിട്ടുമില്ല, ഇവിടെ അത്ര ഒരു സ്ഥലമില്ല. ശരി, അങ്ങനെയാണെങ്കിൽ സ്വന്തം സഹോദരനെയും വിവാഹം കഴിക്കാനിരിക്കുന്ന മനുഷ്യനെയും നീ കാരണം തന്നെ നഷ്ടപ്പെടും. അവളൊരു ആശ്ചര്യത്തോടെ ചോദിച്ചു, ഞാൻ കാരണോ? അതെ, നീ ഇപ്പോൾ എനിക്ക് കാണിച്ചു തന്നില്ലെങ്കിൽ അവരെല്ലാം മരിക്കും. എന്ന് മാത്രമല്ല, നീയും നിന്റെ അച്ഛനും മരിക്കും. എന്ന് വെച്ചാൽ അവർ നിങ്ങളെ കൊല്ലും. പെട്ടെന്ന് അവൾ പറഞ്ഞു, അങ്ങനെയല്ലല്ലോ മിസ്റ്റർ ലാവോസ്കി പറഞ്ഞത്. ആ പേര് കാൽവർട്ട് പെട്ടെന്ന് ഓർത്തെടുത്തു. ഷാങ്ക്രില യാട്ടിൽ വെച്ച് സ്കൗറ പരിചയപ്പെടുത്തിയ, കൗറയുടെ അക്കൗണ്ടന്റ് എന്ന പേരിൽ പരിചയപ്പെടുത്തിയ ലാവോസ്കി. കാൽവർട്ട് പറഞ്ഞു, അവർ കാര്യം കാണാൻ വേണ്ടി പലതും പറയും. ലാവോസ്കിയുടെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു? ക്യാപ്റ്റൻ ഇമ്രി ഉണ്ടായിരുന്നോ? അവളൊരു ആശ്ചര്യത്തോടെ വീണ്ടും കാൽവർട്ടിനെ നോക്കിയിട്ട് പറഞ്ഞു, ഉണ്ടായിരുന്നു. അതിരിക്കട്ടെ, നിന്റെ അച്ഛനവിടെ? ലോർഡ് ഗെക്സൈഡ്. അദ്ദേഹം വൈകുന്നേരം ആയപ്പോൾ മിസ്റ്റർ ലാവോസ്കിയുടെ കൂടെ പോയതാണ്. എപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എങ്ങോട്ടാ പോയതെന്ന് പറഞ്ഞോ? അതും പറഞ്ഞിട്ടില്ല. എന്തായാലും ഞാൻ പോകുന്നു. നിന്റെ അച്ഛനോട് ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു. നിന്നെ കൊണ്ട് ഒരു ഉപകാരമില്ല. അവളൊരല്പം ദേഷ്യത്തോടെ കാൽവർട്ട് നോക്കി. എന്നെ കൊണ്ട് ഉപകാരമില്ലെന്നോ? എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്ന് വെച്ചാൽ ഞാൻ 3-4 ദിവസമായി ഇവരൊക്കെ തടവിലിട്ടിരിക്കുന്ന മനുഷ്യരെ രക്ഷിക്കാനും ഇവർ പിടിച്ചെടുത്ത പല സാധനങ്ങളും കണ്ടെത്താനും നടക്കുകയാണ്. ഇതിനകത്ത് അവരെവിടെ ഉണ്ടെന്ന് കാണിച്ചു തരാൻ നിന്നെ കൊണ്ട് വയ്യെങ്കിൽ പിന്നെ നിന്നെ കൊണ്ടെന്താ ഉപകാരം? പെട്ടെന്ന് അവൾ ചാടി എണീറ്റു. ശരി, ഞാൻ കാണിച്ചു തരാം. നീ കരുതുന്നത് പോലെ ഇവരൊന്നും അത്ര മര്യാദക്കാരല്ല. കഴിഞ്ഞ 4 ദിവസത്തിനുള്ളിൽ അവർ 4 പേരെ കൊന്നു കഴിഞ്ഞു. എൻ്റെ സഹപ്രവർത്തകരായ 3 ആൾക്കാരെയും ഇന്നലെ കണ്ട ഹെലികോപ്റ്ററിൻ്റെ പൈലറ്റിനെയും. 4 തവണ അവർ എന്നെ കൊല്ലാൻ ശ്രമിച്ചു. ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അതിൽ 2 പേരെ ഞാൻ കൊന്നു. വീണ്ടും അവളൊരു ആശ്ചര്യത്തോടെ കാൽവർട്ടിനെ നോക്കി. അപ്പം നിങ്ങളും അവരും തമ്മിൽ എന്താ വ്യത്യാസം? നിങ്ങൾ 2 കൂട്ടരും കൊലയാളികളല്ലേ? നിങ്ങൾ കൊലയാളിയാണെന്ന് നിങ്ങൾ പറയുന്നു, അവർ കൊലയാളിയാണെന്നും നിങ്ങൾ തന്നെ പറയുന്നു. ഞാൻ കൊല്ലുന്നത് അവർ മറ്റുള്ളവരെ കൊല്ലാതിരിക്കാനാണ്. എന്നെ കൊല്ലാൻ ശ്രമിച്ചവരെയാണ് ഞാൻ കൊന്നത്. ഞാനായിട്ട് ആരെ അങ്ങോട്ട് കൊല്ലാൻ പോയിട്ടില്ല. അതിരിക്കട്ടെ, ഈ കാസിലിൻ്റെ സെല്ലറിൽ എത്ര പേര് കാണും? 1 ഡസനെങ്കിലും കാണുമോ? അവൾ പറഞ്ഞു, 1 ഡസനിൽ കൂടുതലുണ്ടാവും. കൂട്ടത്തിൽ 4 കുട്ടികളുമുണ്ട്. 3 ആൺകുട്ടികളും 1 പെൺകുട്ടിയും. അതിൽ 2 ആൺകുട്ടികൾ സർജന്റിൻ്റെ മക്കളാണെന്ന് കാൽവർട്ട് ഊഹിച്ചു. പിന്നീട് അവൾ പറഞ്ഞു, പക്ഷേ നമ്മളങ്ങോട്ട് പോകുന്ന അത്ര സേഫല്ല. അവിടെയൊക്കെ ആയുധധാരികളായ ഗാർഡുകളുണ്ട്. താങ്കൾ അങ്ങനെ അകത്ത് വന്നു? ഗേറ്റിലുണ്ടല്ലോ ഒരു ഗാർഡ്. അയാളിപ്പോൾ ബോധമില്ലാതെ ആ പുൽമൈതാനത്ത് കിടപ്പുണ്ട്. പിന്നെ ഒരു ഗാർഡ് അപ്പുറത്തെ ബെഡ്റൂമിൽ കുടിച്ച് ബോധമില്ലാതെ കിടപ്പുണ്ട്. അപ്പോൾ ഇനി ഒരാൾ സെല്ലാറിൽ കാണും അല്ലേ? ശരി, നമുക്ക് നോക്കാം. അങ്ങനെ കാൽവർട്ടും സൂസനും ആ മനുഷ്യരെ തടവിലിട്ടിരിക്കുന്ന സെല്ലാറിന് നേരെ നടന്നു.